എവ്രിവൺ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് കുത്തി പൊട്ടിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് എപ്പോൾ ഇടുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇന്ന് ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പകൽ വെളിച്ചം കാണുന്നത്. ഇത് പറയാൻ കാരണമുണ്ട് കേട്ടോ. കാരണം റജൽക്ക് വർക്ക് ചെയ്യണത് ഒരു ഗ്യാരേജിന്റെ ഉള്ള സ്ഥലത്താണ്, അതായത് കാറിന്റെ ഒക്കെ പാർട്സ് അങ്ങനത്തെ സ്ഥലത്താണ് കേട്ടോ. റിജൽക്ക് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാവും. അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോവും വരും. എന്ത് വൈബ്, ഷോപ്പിംഗ് വൈബ്. അപ്പോ ഇന്ന് പുറത്ത് പോകുന്നത് റിജൽക്കാരുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഞാനും കൂടിച്ചാണ്ടാ പോണത്. നമ്മൾ ആദ്യം തന്നെ ഒരു ചായയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം നമ്മൾ പോണത് സീബ് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഇറങ്ങാനൊക്കെ നല്ലോണം ലേറ്റായി. ആദ്യം നേരത്തെ ഇറങ്ങാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നേരെ വൈകിട്ടായിട്ട് ഇറങ്ങിയത്. അത് കാരണം നമുക്ക് അധികം സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. 2 സ്ഥലത്ത് പോയി. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാതും കാണാൻ പറ്റും. ഞാനും നിങ്ങളും ഇപ്പോഴായിരിക്കും ഇത് കാണുന്നത്. അപ്പൊ കണ്ടവരുണ്ടാവും. സോ ആദ്യം നമ്മൾ പോകുമ്പോൾ എനിക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് പകൽ വെളിച്ചതിൽ ഇപ്പോഴതൊക്കെ കാണുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടുണ്ട് എല്ലാതും കണ്ടിരുന്നത്. എൻ്റെ വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് റിജൽക്ക് വീഡിയോ എടുത്തന്നില്ല കേട്ടോ. അപ്പൊ തുടങ്ങിയതാണ് എന്ത് വൈബ്, തല്ല് വൈബ്. സ്ഥിരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. റിജൽക്ക് എടുത്തരില്ല. അപ്പൊ ഞാൻ റിജൽക്ക് തല്ലാവും. ഞാൻ ഒന്ന് പറഞ്ഞ 2ാമത്തെ തല്ലാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന ടൈമിൽ തന്നെ ഒരാൾ ഇൻസ്ട്രുമെന്റ് വായിക്കേണ്ട ഞാൻ കേൾപ്പിച്ചിരാട്ടോ. അത് കണ്ടിട്ട് നേരെ നമ്മൾ ബീച്ചിൽ കാണാൻ നടന്നത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ കുറച്ച് റൊമാൻസ് ഇടുന്നു പറഞ്ഞപ്പോൾ റിജൽക്ക് എന്താണെന്ന് അറിയോ പറഞ്ഞത്. ബാക്കി നിങ്ങൾ പിന്നെ ഫിൽ ചെയ്തോളൂ അല്ലേ. അപ്പൊ എന്ത് വൈബ്, തന്ത വൈബ്. ഞാനീ പറഞ്ഞത് റിജൽക്ക കേൾക്കണ്ട. റിജൽക്ക വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാനീ പറഞ്ഞത് കാണാം. അപ്പൊ അവിടെ തുടങ്ങും തല്ലും മൂട്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ബീച്ചിന്റെ അവിടെയൊക്കെ എത്തി. അപ്പോൾ അവിടെ സ്റ്റേജ് പ്രോഗ്രാമിനുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രിപ്പറേഷൻ, അവിടെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഫുഡ് കോർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റിജൽക്ക് എന്നെങ്ങാനും മിസ്സാവുമെന്നുള്ള ഇതിലാണ് റിജൽക്ക് തിരിഞ്ഞ് നോക്കാറുണ്ട്. കാരണം എനിക്ക് ചില ടൈമിൽ ഒരു കിളി പോയ പോക്കാണ്. ഞാൻ അവർ പോണത് ചിലക്കാവല്ല, ഞാൻ വേറെ വഴിക്കാവും പോവാ. അങ്ങനെ വീണ്ടും നടന്ന് കടലിൻ്റെ അവിടെ വന്ന് നിന്നിട്ടോ. റിജൽക്കാട് ഞാൻ എപ്പോഴും റൊമാൻസ് ഇടാൻ പറഞ്ഞ റിജൽക്ക എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ നീ എടുത്തോ, ബട്ട് റൊമാൻസ് ഇടാൻ എന്നെ കിട്ടൂല എന്നാണ് റിജൽക്ക് എപ്പോഴും പറയാറ്. അപ്പൊ അവിടെ കുറേ പേര് കടലങ്ങോട്ട് നല്ലോണം ഇറങ്ങിപ്പോവില്ലേ, അതേപോലെയാണ്. നമ്മളവിടുത്തെ കടല് പോലെ അല്ല. നമ്മളവിടുത്തെ കടല് ഭയങ്കര തിരായിരിക്കില്ല. അവിടെ തിര ചെറുതായിട്ടുള്ള കേട്ടോ. എൻ്റെ ഡയലോഗിടെ ഒക്കെ കേട്ടാൽ വിചാരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കടല് കാണുന്നത്. കടലിന്റെയും പുഴന്റെയും ഇടയിലാണ് എൻ്റെ വീട്. അതായത് ഉപദ്വീപ് പോലുള്ള സ്ഥലത്തുനിന്ന് വന്നിട്ടാണ് ഈ കടലിന്റെ ഭംഗി ഞാൻ പറയണത് കേട്ടോ. കുറേ കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ഫുഡ് കോർട്ടാണുള്ളത്. ഇതിൽ സ്പെഷ്യലായിട്ട് 2 സാധനങ്ങളാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ വേറൊരു പ്രോഗ്രാം നടക്കണ്ടായിരുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ എന്തുകൊണ്ടാട്ടോ പറഞ്ഞത്. കാരണം അവർ ഫുള്ള് ഫിഷിങ്, അതായത് ബോട്ടിൽ പോണ ആൾക്കാരായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഫുഡ് കോർട്ടിലുള്ള സംഭവം കാണിച്ചു തരാം. ഇതാണ് ആ ഫുഡ് കോർട്ടിലുള്ള ഹലുവ ആണ് കേട്ടോ. അതായത് ഒമാനി സ്വീറ്റ്സ്. ഇതിൽ ഫുള്ള് മധുരമല്ല, ഈത്തപ്പഴം ഭയങ്കര മധുരമാണ്. ഞാനിത് കഴിച്ച് പക്ഷെ എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് പിടിച്ചില്ല. പിന്നെ നമ്മളെ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ളത്, അത് ഞാൻ കുറേ വീഡിയോസ് കണ്ടിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കഴിക്കാൻ പറ്റിയത്. അത് മേടിച്ചത് എനിക്ക് ഇഷ്ടമായില്ല വണ്ടിൽ സാധനം. സ്ട്രോബെറിയുടെ ടേസ്റ്റ് മാത്രമുണ്ട്. പിന്നെ ഫുൾ ഓയിൽ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അവിടെ പിന്നെ എന്തോ പാൻ കേക്ക് അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് കഴിച്ചതോടു കൂടി എനിക്ക് വിടലായി ആകെ. പിന്നെ അവിടെ കുറേ സംഭവങ്ങൾ, അതായത് ആർട്ടൊക്കെ അല്ലേ, നമ്മളെ ഫേസിൽ പെയിൻറ്റിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ അവിടെ പേടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ
അലൗഡ് അല്ല, കുറെ സ്ഥലത്തൊന്നും വീഡിയോ അലൗഡ് അല്ല. കാരണം ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, വീഡിയോ ചിലവർക്ക് ഇഷ്ടാവില്ല, അങ്ങനെ എടുത്താലൊക്കെ പ്രശ്നമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരാളെ അവിടെ ഫോട്ടോ ഒക്കെ വരക്കണേന് ചിലവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ചിലവർക്ക് നല്ല ഇഷ്ടമൊക്കെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചെറിയൊരു ഫാം സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ പെറ്റ്സിൻ്റെതൊക്കെ. എനിക്കാണെങ്കിൽ ഈ പാമ്പിനെയൊക്കെ കണ്ടതോടു കൂടി എൻ്റെ മേലിൽ കൂടെ മരിക്കാൻ തുടങ്ങും. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര അറപ്പ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്. ما يطلعلش مع ما تصرخيها خبر هذا مستر كان عندي شوفي ഈ ഒരു ആമനെ മാത്രമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. ഒരു കുട്ടീൻ്റെ മേലെ കയറിയിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റോഡ് എന്തിനാണ് ക്ലോസ് ഇട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഞാനും വിചാരിച്ചു എന്തിനായിരിക്കും ഇങ്ങനെ ഇട്ടുള്ളത്, കാരണം അവിടെ അത്രയും ബ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ അപ്പുറത്ത് കൂടെ നടന്നിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മൾ നേരെ വണ്ടിയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ എൻ്റെ വീട് എടുത്തരാൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ എടുത്തരില്ല, എന്താണാവോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എങ്ങനത്തതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോണ പ്ലേസ് നസീം ഗാർഡനിലേക്കാണ് കേട്ടോ പോണത്. കാരണം അവിടെ നല്ല തിരക്ക് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ റോഡിന് നേരെ ഓപ്പോസിറ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ അവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര ടാസ്ക് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം അത്രയും 120 സ്പീഡിലൊക്കെയാണ് വണ്ടികൾ വരുന്നത് അവർ പറഞ്ഞത്. ഇടിച്ചാൽ നമ്മൾ കഥ കഴിഞ്ഞെന്നൊക്കെയാണ് ഇവർ എന്നെ പറയുന്നത്, പേടിപ്പിച്ചിരുന്നിട്ടാ. നമ്മളിതിനുള്ളിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ ഈ കൈമിൽ നമ്മളിങ്ങനെ ടൈ ചെയ്യണത്. അപ്പോൾ ഇത് പോയാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈൻ അടക്കേണ്ടി വരും. കാരണം നമ്മളത് ഇല്ലാണ്ട് കയറിയതാണ് അവർ വിചാരിക്കുക. അങ്ങനെ റിജിൽക്കാരുടെ ഫ്രണ്ട്സൊക്കെ കൂടി കെട്ടിയിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി. റിജിൽക്കൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം കുറേ നടക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ എക്സിബിഷനൊക്കെ സെറ്റ് ചെയ്ത് വെക്കില്ലേ, അതേപോലെ ഓരോ കോട്ട്, അതായത് ഓരോ സെക്ഷൻ പോലെ ആക്കിയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇങ്ങനെ അത്തർ, സ്പ്രേ, പിന്നെ മറ്റേ കാലിഗ്രഫിയുടെ എനിക്ക് നല്ല ഇഷ്ടമായി. സംഭവം വെച്ചാൽ കാലിഗ്രഫി കൊണ്ട് നമ്മൾ പിക്ചർ വരക്കില്ലേ, അവിടുത്തെ സുൽത്താൻ്റെ പിക്ചറാണ് തോന്നുന്നു കേട്ടോ വരച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ ഊതിൻ്റെ മറ്റേ സാധനമില്ലേ, ആ പുകയിപ്പിക്കുന്ന സാധനം, അത് പറയാൻ എനിക്കറിയില്ല കേട്ടോ. ആ സംഭവം അങ്ങനെയൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര നമുക്ക് കാണും. നമ്മൾ ചിലതൊക്കെ കണ്ടിട്ടുള്ളതാണ്, ചിലത് കാണാത്തതാണ്. അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല കാണാൻ, അതൊക്കെ കേട്ടോ. ഇതേപോലെ കാലിഗ്രഫി, ഇത് ഫോം ബോർഡിലാണ് കേട്ടോ ഈ കാലിഗ്രഫി ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഗിഫ്റ്റ് ഹാമ്പറിലൊക്കെ ചെയ്യുന്ന ബോർഡില്ലേ, ആ ഫോം ബോർഡിലാണ് ഇത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കാണിച്ചൊരു സാധനം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കേട്ടോ, ആ ഒരു മിററും അടിയിലിട്ടുള്ള ക്ലോത്ത് എനിക്ക് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് പോലെ സംഭവം തോന്നിട്ടോ. ബാക്കിയുള്ള എല്ലാവരും വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റെസ്ട്രിക്ഷൻസ് കൂടുതലാന്നുള്ളത്. എന്നിട്ട് ഞാൻ പോയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ ഞാനിത് മണത്തോക്കുമ്പോൾ എൻ്റെ മൂക്കിൽ കയറി പിന്നെ തുമ്മലായിരിക്കും, എനിക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. പിന്നെ കുറേ ആക്സസറീസ് അങ്ങനത്തെ സംഭവങ്ങൾ, ഇത് മറ്റേ ഈ ലോഷൻ പോലത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ക്ലേ ആണെന്നൊക്കെയാണ് കേട്ടോ.
ഒമാനിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് അവർ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിരുന്ന ജോബ് എന്താ വെച്ചാൽ മീൻപിടുത്തമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ആർട്ട് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് അവിടെ എന്തോ ഒരു ഡാൻസ്, എന്തോ ഒരു സംഭവമാണ് കേട്ടോ, ഒരു പാട്ട് പോലെ. ഈ പ്രോഗ്രാം നടക്കണതിന് എവിടെയെന്ന് പറഞ്ഞില്ല, നസീം ഗാർഡനിലാണ് കേട്ടോ. ഇത് മസ്കറ്റ് നൈറ്റിന്റെ ബേസിൽ നടക്കണ പ്രോഗ്രാമുകളാണ് കേട്ടോ. അവിടെയൊക്കെ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലർ എടുക്കരുതെന്ന് പറയുന്നത് മാത്രമല്ല, പിന്നെ അവിടെ പോലീസ് നടന്നിട്ട് ചില ഭാഗത്തൊക്കെ എടുക്കണേന് ഭയങ്കര ചീത്ത പറയുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒക്കെ ഫോണ് വാങ്ങിയിട്ട് നോക്കുക എന്താ ചെയ്യണത്, അങ്ങനെയൊക്കെ കേട്ടോ. കൂടുതലും അറബ് സ്ഥലത്ത് സെക്യൂരിറ്റി പൊതുവെ കൂടുതലാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അതിൽ കളിക്കണേ കാരണം ഇതിൽ കളിക്കണേ കാരണം. അപ്പൊ ഞാനെന്താ കുഞ്ഞു കുട്ടിയാ. പിന്നെ ഞാനിവിടെ കണ്ടത് ഒരു ടെന്റ് പോലെ ഇവർ കെട്ടിയിട്ട് അതിൽ നമ്മൾ ഇതിനിട്ട് കളിച്ചാൽ ഇത്ര കിട്ടും എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്നോട് ഇട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോ അതില് iPhone 13 Pro Max ആണ് കേട്ടോ അതിൽ കാണിച്ചത് ഫസ്റ്റില്. അപ്പൊ പിന്നെ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി റജിൽക്കാക്കും അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ അവര് അവിടെ കളിച്ചിട്ട് ഒരു 3-4 കളി അവർ കളിച്ചിട്ട് അവിടെ ക്യാഷ് കാത്തിട്ട് വന്നിട്ടാ. വെറുതെ ഒരു ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ റജിൽക്കയും അത് പറഞ്ഞ് അതിന്റെ മേലിൽ അടിയായി. ഞാൻ പറഞ്ഞില്ലേ തല്ല് ഒഴിപ്പ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒമാനി സ്വീറ്റ് ഹൽവ. അപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ നേരെ അവിടെ വേറൊരു സ്റ്റേജ് പ്രോഗ്രാം, അതായത് പാട്ട് ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മ്യൂസിക് ഇതിലിട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. സ്ട്രൈക്ക് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇതേപോലുള്ള ഒമാനി അപ്ഡേറ്റ്സ് കാണണമെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് കാണാം.